സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. രാവിലെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഹാപ്പി ക്രിസ്മസ്. എന്തായാലും തിരുപ്പിറവിയുടെ സന്ദേശമേകിക്കൊണ്ട് ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ, വിവരങ്ങൾ? രോഹിണി, ഹാപ്പി ക്രിസ്മസ്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം പുലർത്തിക്കൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ തലസ്ഥാനത്തെ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേക കുർബാനകൾ, ബലികൾ നടന്നിരുന്നു. അതിനുശേഷം ഇന്നും പുലർച്ചയോടുകൂടി തന്നെ പ്രാർത്ഥനകളും ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയത്ത് സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ ദിവ്യബലി, തിരുപ്പിറവി ദിവ്യബലി ആരംഭിച്ചിരുന്നു. ബിഷപ്പ് തോമസ് ജെ നെറ്റോ മെത്രോപൊലിത്തയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ ദിവസവും നടന്നത്. ഈ ദിവസവും നടക്കുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി നിരവധി പേർ ഇവിടേക്ക് ഈ ദേവാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുപ്പിറവിയുടെ ആ സന്ദേശം മഹത്തായ സന്ദേശം, അതിൻ്റെ ഒരു ആഘോഷവും എല്ലാം ആ ചടങ്ങുകൾക്കെല്ലാമായിട്ടാണ് ഇപ്പോൾ ഭക്തർ ഇവിടേക്ക്, വിശ്വാസികൾ എത്തിയിരിക്കുന്നത്. ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ 7 മണിക്ക് ആരംഭിച്ചു. ആ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഒരു അഗാധമായ സ്നേഹവും സ്നേഹത്തിൻ്റെ അടയാളമായ യേശുക്രിസ്തു ബെത്ലഹേമിലെ ഒരു ലളിതമായ ഒരു തൊഴുത്തിൽ ജനിച്ചു. ആ ജനിച്ചതിൻ്റെ എല്ലാം സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഈ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അങ്ങനെ ഈ തലസ്ഥാനത്ത് തന്നെ എല്ലാ ദേവാലയങ്ങളിലും ഇന്ന് പ്രത്യേക ഈ ചടങ്ങുകൾ ഉണ്ടാകും. അതായത് പ്രാർത്ഥനകളും ദിവ്യബലിയും എല്ലാം ഉണ്ടാകും. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചടങ്ങുകൾ ഈ പാളയം ദേവാലയത്തിൽ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്ദേശം, ദിവ്യബലിയോടനുബന്ധിച്ചുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ദേവാലയങ്ങളും ഈ യേശുക്രിസ്തുവിൻ്റെ ത്യാഗസ്മരണ ജീവിതം പുലർത്തിക്കൊണ്ടുള്ള ആ ജീവിത കാലഘട്ടങ്ങളെല്ലാം അതെല്ലാം ഭക്തരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ആ ദിവ്യമായ ആ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഭക്തർ ഒരുമിക്കുന്നു. തുടർന്ന് ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് എല്ലാവരും വീടുകളിലേക്ക് പോകുകയും അവിടെ മറ്റ് ആഘോഷ ചടങ്ങുകളെല്ലാം ഉണ്ടാകുകയും ചെയ്യും. ഈ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണകളെല്ലാം പുതുക്കിക്കൊണ്ടുള്ള ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങുകളും വീടുകളിലും നടക്കുകയും ചെയ്യും. മറ്റ് ദേവാലയങ്ങളിൽ വൈകിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ, അതായത് ഈ കുർബാനകളും പ്രത്യേക ബലികളുമെല്ലാം വൈകിട്ടും ഉണ്ടാകും ദേവാലയങ്ങളിലെല്ലാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരിയിലെ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നു. പാതിരാ കുർബാന ഉണ്ടായിരുന്നു. അതിൻ്റെ സന്ദേശങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ജനനവും അതിൻ്റെ സന്ദേശവും എല്ലാം വിശ്വാസികൾക്ക് നൽകുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും ഈ ദിവ്യബലി ചടങ്ങുകൾ ഈ പാളയം പള്ളിയിൽ ദേവാലയത്തിൽ കത്തീഡ്രലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി വിശ്വാസികളാണ്, ക്രൈസ്തവ വിശ്വാസികളാണ് ഈ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിണി, ശരി പ്രശാന്ത്, നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. കൊച്ചി ഇടപ്പള്ളി പള്ളിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? രോഹിണി, ഹാപ്പി ക്രിസ്മസ്. ഇടപ്പള്ളി ഫെറോണ പള്ളിക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ പ്രാർത്ഥനാ നിർഭരമാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. ഇപ്പോൾ രാവിലെ ആരംഭിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാന, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ദിനത്തിൽ നടക്കുന്ന പരിശുദ്ധ കുർബാന പള്ളിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫാദർ ആൻ്റണിയുടെ നേതൃത്വത്തിലാണ്, മുഖ്യ കാർമ്മികത്വത്തിലാണ് അവിടെ ഈ ക്രിസ്മസ് ദിനത്തിലെ പ്രത്യേക കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെല്ലാം തന്നെ കുർബാനയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിശ്വാസികളെല്ലാം തന്നെ ഭക്ത്യാദരപൂർവ്വം ഈ തിരുപ്പിറവിയെ ആഘോഷമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് പുലർച്ചെ ഇന്നത്തെ ക്രിസ്മസ് ദിനം പുലർന്ന സമയത്ത് പാതിരാ കുർബാനയും അതുപോലെ തന്നെ തിരുപ്പിറവി തിരുനാൾ ശുശ്രൂഷയുമായും എല്ലാ പള്ളികളും സജീവമായിരുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിലേക്ക് കടന്നിരിക്കുന്നു. ഈ ക്രിസ്മസിനെ ഭക്ത്യാദരപൂർവ്വം വരവേൽക്കുന്നു എന്നതിനൊപ്പം തന്നെ അതിമനോഹരമായി വലിയ ആഘോഷത്തോടു കൂടി ഈ
ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുർബാനയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം അവിടെ പള്ളിക്കകത്തുള്ള ഉണ്ണിയേശുവിൻ്റെ തിരുരൂപത്തിൽ മുത്തം കൊടുത്ത് ഓരോ വിശ്വാസികളും ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് തിരിച്ച് ഇറങ്ങുകയാണ് ചെയ്യുക. കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം ഇത്തരത്തിൽ ഈ ഇടപ്പള്ളി പള്ളി പരിസരം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു. വൈദ്യോദ്യാലങ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമെല്ലാമായി സജീവമായിരുന്നു. ഇപ്പോൾ ഇനി വീണ്ടും മറ്റൊരു ആഘോഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് ഒരു കുടുംബം നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എവിടം വരെയായി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ? ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയായി. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു തിരുനാൾ ആശംസ. ചേച്ചി, എവിടം വരെ വീട്ടിലെ ഒരുക്കങ്ങളും? വീട്ടിലെ ഒരുക്കങ്ങൾ കുറച്ച് പാചകം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ചെന്നിട്ട് വേണം ബാക്കി കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ തുടങ്ങും. ഇതിന്റെ ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും നമുക്ക് ആവശ്യം. അത് കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിനുശേഷമാണ് പിന്നെ ബാക്കി ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ തവണത്തെ ക്രിസ്മസ്? എന്താണ് സ്പെഷ്യലുകൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ വർഷം സത്യത്തിൽ ക്രിസ്മസ് ഇല്ല. ഞങ്ങൾക്ക് ഒരു മരിപ്പ് വീട്ടിലുള്ളത് കൊണ്ട് ക്രിസ്മസ് ഇല്ല. എങ്കിലും നമ്മൾ പള്ളിയിലെ ചടങ്ങുകളാണ് കൂടുതലും കൊടുക്കുന്നത്. ഇത്തരത്തിൽ വിശ്വാസികൾ ക്രിസ്മസിൻ്റെ ആഘോഷ വേളകളിൽ തന്നെയാണ് ക്രിസ്മസിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പള്ളിക്കകത്ത് നിന്ന് വിവിധ ഗീതങ്ങൾ കേൾക്കാം. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതിനകത്ത് നമുക്കറിയാം ഏറ്റവും വളരെ വിസ്തീർണമുള്ള പള്ളിയാണ്. ഈ പള്ളിക്കകത്ത് നിറയെ വിശ്വാസികൾ നിറഞ്ഞിരിക്കുകയാണ്. പള്ളിക്ക് പുറത്തോട്ടും വിശ്വാസികളുടെ വലിയ തിരക്ക് കാണാം. അവരെല്ലാം ഇന്ന് പുലർച്ചെ മുതൽ പ്രാർത്ഥനാ നിർഭരമാണ്. ദൈവപുത്രൻ്റെ തിരുപ്പിറവിയിൽ അത് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നിമിഷമാണ് ക്രൈസ്തവർ കാണുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ ക്രിസ്മസിനെ മറ്റു മതസ്ഥരെല്ലാം ഏറ്റവും ആഘോഷത്തിൻ്റെതായിട്ടുള്ളൊരു നിമിഷമായി കണ്ട് പുൽക്കൂടുകൾ വീടുകളിൽ വെക്കുകയും ക്രിസ്മസ് ട്രീകൾ ഒരുക്കുകയും അലങ്കാരങ്ങളെല്ലാം തന്നെ നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ക്രൈസ്തവർക്ക് ഈ പുലരി എന്ന് പറയുന്നത് കൂടുതൽ ഭക്തിയുടേതാണ്. അവർ കൂടുതലായി പള്ളികളിലേക്ക് എത്തുകയും ഒരു പരിശുദ്ധ കുർബാനയുടെ ഭാഗമാവുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹീതമാകുന്നത്. ഇവിടുത്തെ വൈദികർ നൽകുന്ന നല്ല നല്ല വചനങ്ങൾ മനസ്സിൽ കുറിക്കുകയും തുറന്നുള്ള ഈ ഒരു വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ജീവിതത്തിൽ ആ വാക്കുകളെല്ലാം തന്നെ പകർത്താനും അതിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനും എല്ലാം ശ്രമിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ അതിരാവിലെയുള്ള കുർബാന എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനുശേഷം ഇവിടെ ഈ അകത്തുള്ള നിരവധി കണക്കിനായിട്ടുള്ള വിശ്വാസികൾ പുറത്തേക്ക് ഇറങ്ങുകയും പരസ്പരം ആലിംഗനം ചെയ്തും അതുപോലെ തന്നെ പരസ്പരം വിഷസ് ചെയ്തും സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യും. പിന്നീട് കുടുംബങ്ങളുടെ ഒത്തുചേരലും കുടുംബങ്ങളുടെ ആഘോഷവുമാണ് ഓരോ ഭവനങ്ങളും ഇന്ന് ക്രിസ്മസിൻ്റെ ഈ ദിവസം ഉണ്ടാകാൻ പോകുന്നത്. രോഹിണി. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോകാം. അവിടെ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്നും രമ്യാദാസ് ചേരുന്നുണ്ട്. രമ്യ, പറയൂ, അവിടെ കോഴിക്കോട് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്, ഒപ്പം പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? രോഹിണി, ഏറെ പ്രാർത്ഥനാ നിർഭരമായ ഒരു രംഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് വിശ്വാസികളെല്ലാം തന്നെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് അതിരൂപതയുടെ കീഴിലുള്ള ദേവമാതാ കത്തീഡ്രലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്നലെയും നമ്മൾ ഇവിടെ നിന്നാണ് ക്രിസ്മസ് വിശേഷങ്ങളെല്ലാം നമ്മളിവിടെ നിന്നാണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കോഴിക്കോട് അതിരൂപത, കാരണം കോഴിക്കോട് അതിരൂപതയ്ക്ക് ഇരട്ടി സന്തോഷമുള്ള ഒരു ദിനം കൂടിയാണ്. കാരണം കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തിയതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇത്. ഇന്നലെ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർഗ്ഗിലായിരുന്നു ഈ കുർബാന നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പള്ളിയിൽ എത്തി കുർബാന സ്വീകരിക്കാൻ കഴിയാത്ത വിശ്വാസികൾക്കായാണ് രാവിലെ പ്രാർത്ഥന ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ 7 തന്നെ ഇംഗ്ലീഷ് കുർബാനയും തുടർന്ന് 9:30 മലയാളത്തിലുള്ള കുർബാനയും ഇവിടെ നടക്കും. വിശ്വാസികളെല്ലാം തന്നെ സന്തോഷത്തിലാണ്. ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും എല്ലാം ഒരു സ്മരണ പുതുക്കുന്നതാണ് ഈ ക്രിസ്മസ് എന്നുള്ളത്. വിശ്വാസികളെല്ലാം
ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനമെങ്ങും ക്രിസ്മസ് ആഘോഷ നിറവിലാണ്.